എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പ്രഭാസ് വെജി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നത് ഒരു ഫ്യൂഷൻ പാൻകേക്ക് കഴിക്കണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു ഊത്തപ്പത്തിന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റ് ഒന്നും ഊത്തപ്പത്തിൻ്റെതല്ല. കുറച്ച് ദോശമാവും ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ ആയിട്ട് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു വിഭവം. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ഫ്യൂഷൻ പാൻകേക്കിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്, ഒരു അരക്കപ്പ് റവ, പിന്നെ അത് വേവിക്കാത്ത പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് കഴുകി പിഴിഞ്ഞെടുത്തതാണ്, അതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട്, പിന്നെ കുറച്ച് കളേർഡ് കാപ്സിക്കംസ്, പച്ചമുളക് നന്നായി അരിഞ്ഞത്, ചോപ്ഡ് ഓനിയൻസ്, ഗ്രേറ്റഡ് ക്യാരറ്റ്സ്, പിന്നെ കുറച്ച് മൊസറല്ല ചീസാണ്. അത് ഓപ്ഷനിലാണ്, ഉള്ളവർക്കിടാം, ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല അരിഞ്ഞ് ചോപ്പ് ചെയ്തത്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് എള്ളും ജീരകവും ഇത് വറുത്തിടാനാണ് കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ദോശമാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് റവ ഇടുകയാണ്. ഒരു 2-3 സ്പൂൺ ഞാൻ നല്ലോണം ഇട്ടിട്ടുണ്ട്. അതിന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതിന് ഇടുന്നുണ്ട്. ഞാൻ ഒരു പൊട്ടറ്റോ നല്ലോണം എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇതിലിട്ടിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചത് ചീസും എള്ളും ജീരകവും മാത്രം ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനിതെല്ലാം ഏകദേശം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ലോണം 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി. ഞാനിതിൽ വേറെ മുളകൊന്നും ചേർത്തുന്നില്ല. ഇതിലുള്ള പച്ചമുളകും ചില്ലി ഫ്ലേക്സും മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിനെ ഒരു നന്നായി ഇളക്കി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു 10 മിനിറ്റ് വയ്ക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒഴിക്കുന്ന ഒരുപാട് വെള്ളം പോലെ ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ജീരകം ആദ്യം ഇടുന്നുണ്ട്. ജീരകം പൊട്ടിയതിന് ശേഷം മാത്രം എള്ളിട്ടാൽ മതി കേട്ടോ. ജീരകം ഒന്ന് പൊട്ടിയിട്ടുണ്ട്, എള്ളിട്ടിട്ടുണ്ട്. ഇനി നന്നായി പൊട്ടി കുറച്ച് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ അതിന്. ഒരു സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മാവ് ഇടുന്നുണ്ട്. ഈ ഫുൾ മാവല്ല ഇടുന്നത്. ഇതെങ്ങനെയാണ് കൺസിസ്റ്റൻസി, ഇതൊരു 2-3 ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതിന് നമ്മൾ നന്നായി കറക്റ്റ് ചെയ്ത് വയ്ക്കണം. ഇനി ഇതിലേക്ക് മുകളിലേക്ക് ചീസ് ഉണ്ടെങ്കിൽ മുകളിലിടാം. നമുക്ക് കുറച്ച് ചീസ് ഒരു നിർബന്ധമായിട്ടുള്ള സാധനമൊന്നുമല്ല, ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറച്ച് കനത്തിലാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. തീയൊന്ന് കുറച്ച് വെച്ച് നമുക്കിത് അടച്ചു വെക്കാം. നമ്മുടെ ഫ്യൂഷൻ പാൻ കേക്കിൻ്റെ അവസ്ഥ കണ്ടോ, നല്ല ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആവുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനൊന്ന് മറിച്ചിടണം. ഇതൊരു 5-6 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. വേണ്ടോ, നല്ല രസമായിട്ടാ എള്ളും ജീരകവും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെച്ചിട്ടതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ഇരിക്കണം. ഇനി അത് അടച്ചിടേണ്ട ആവശ്യമില്ല. നമുക്കത് കഴിഞ്ഞ് നോക്കാം. എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതൊരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇത് നന്നായി ആയിട്ടുണ്ട്. ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, വേറെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പം ഇത് ഏകദേശം ആയ പോലെയുണ്ട്. ഇതിപ്പോൾ ആ സൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചു വിടാം. ഇതിപ്പോൾ ഒന്നും കൂടി ക്രിസ്പി ആവണം ഈ സൈഡ് വെച്ചാൽ മറിച്ചൊന്നും കൂടി കുക്ക് ചെയ്യാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്.
നമുക്കിതിനെ ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകുന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിനെ ഒന്ന് നന്നായി കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇത് സോസിൻ്റെ കൂടെയും ഗ്രീൻ ചട്നിയുടെ കൂടെയും ഒക്കെ നന്നായി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്ക് നിറയെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.